കാർഷിക വാർത്തകൾ. കശുവണ്ടിയെ പ്രീമിയം ബ്രാൻഡായി അവതരിപ്പിക്കണമെന്ന് വിദഗ്ധ സമിതി. നിലവിലെ പദ്ധതികൾ ദുർബലം. സംസ്ഥാനത്ത് കശുവണ്ടി വ്യവസായം പുനരുജ്ജീവിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചു. കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്കും സംരംഭകർക്കും പ്രയോജനപ്പെടുന്ന പദ്ധതികൾ തയ്യാറാക്കാൻ വ്യവസായ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ കശുവണ്ടി മേഖലയ്ക്ക് മത്സരക്ഷമതയില്ലെന്ന് വിലയിരുത്തിയ സമിതി നിലവിലെ സാഹചര്യം മറികടക്കാൻ നിലവിൽ നടപ്പാക്കുന്ന പദ്ധതികളും സാമ്പത്തിക സഹായവും പര്യാപ്തമല്ലെന്നും കണ്ടെത്തി. ആവശ്യത്തിന് കശുവണ്ടി ലഭിക്കാത്തതിനാൽ തൊഴിലാളികൾക്ക് കൃത്യമായി ജോലി നൽകാനാവുന്നില്ല. ഉൽപാദന ചെലവും ഉയർന്നതാണ്. കശുവണ്ടി ബോർഡ്, കശുവണ്ടി വികസന കോർപ്പറേഷൻ, കാപെക്സ് എന്നിവയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നും മാറ്റം വരുത്തണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വയനാട്ടിൽ ദേശീയ ശ്രദ്ധ നേടിയ കുങ്കുമപ്പൂ കൃഷി രണ്ടാമതും തുടങ്ങുകയാണ് എസ് ശേഷാദ്രി. മൻ കി ബാത്തിലൂടെ ശേഷാദ്രിയുടെ കുങ്കുമപ്പൂ കൃഷിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമോദിച്ചിരുന്നു. കിലോയ്ക്ക് 7 ലക്ഷം രൂപ വിലയുള്ള കുങ്കുമപ്പൂ സ്വന്തം വീടിന്റെ ടെറസിൽ കൃഷി ചെയ്ത് വിജയം കൈവരിച്ച ബത്തേരി മനവയൽ സ്വദേശി എസ് ശേഷാദ്രി രണ്ടാം കൃഷിക്ക് തയ്യാറെടുക്കുകയാണ്. കൂടുതൽ വിത്തൊരുക്കി വിപുലമായ കൃഷിയിലേക്ക് തിരികുകയാണ് അദ്ദേഹം. ശേഷാദ്രിയുടെ വയനാടൻ കുങ്കുമപ്പൂ ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ ശേഷാദ്രിയുടെ കുങ്കുമപ്പൂ കൃഷിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമോദിച്ചിരുന്നു. കിറ്റ്കോയിൽ സിവിൽ എഞ്ചിനീയറായിരുന്ന ശേഷാദ്രി ജോലി രാജിവെച്ചാണ് സ്വന്തം ആശയങ്ങളിലൂടെ സംരംഭത്തിനിറങ്ങിയത്. പ്രത്യേക കാലാവസ്ഥയിൽ മാത്രം വളരുന്ന കുങ്കുമപ്പൂവിന് അതേ കാലാവസ്ഥയൊരുക്കുക എന്നതായിരുന്നു ആദ്യ വെല്ലുവിളി. കശ്മീരിലെ പാംപോറയിലാണ് ഇന്ത്യയിൽ പ്രധാനമായും കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത്. തണുപ്പും ഊഷ്മാവും ഈർപ്പവുമെല്ലാം ടെറസിൽ നിർമ്മിച്ച ഹാളിൽ സജ്ജീകരിച്ച് എയറോപോണിക്സ് രീതിയിലൂടെയാണ് കൃഷി ഇറക്കിയത്. കശ്മീരിൽ നിന്നെത്തിച്ച വിത്തുകളാണ് കൃഷിക്കുപയോഗിച്ചത്. 180 ട്രേകളിൽ കൃഷി ചെയ്ത ശേഷാദ്രിക്ക് 300 ഗ്രാമിലധികം പൂവ് ലഭിച്ചു. രണ്ടാം കൃഷിക്കായി വീടിനടുത്തു തന്നെ വിത്തുകൾ മുളപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റെക്കോർഡിലേക്ക് ഉയർന്ന കുരുമുളക് വില വീണ്ടും താഴേക്ക്. രണ്ടാഴ്ചക്കിടയിൽ കുറഞ്ഞത് കിലോഗ്രാമിന് 21 രൂപ. അൺഗാർബിൾഡ് കുരുമുളകിന് കിലോയ്ക്ക് 698 രൂപയാണ് ബുധനാഴ്ചത്തെ വില. ഗാർബിൾഡ് വില 718 രൂപയായും കുറഞ്ഞു. രണ്ടാഴ്ച മുമ്പ് അൺഗാർബിൾഡിന് കിലോയ്ക്ക് 721 രൂപ വരെ എത്തിയതാണ്. 2014 ശേഷം 720 മേൽ വില വരുന്നത് ഇതാദ്യമായിരുന്നു. വില ഇടിയുന്നതിനാൽ വാങ്ങലുകാർ വിപണിയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഉത്തരേന്ത്യൻ വിപണിയിൽ വൻതോതിൽ ശ്രീലങ്കൻ മുളക് എത്തിയിട്ടുള്ളതായാണ് സൂചന. മസാല കമ്പനികൾ ശ്രീലങ്കൻ മുളകിനോട് പ്രത്യേക താൽപര്യമുണ്ടെന്നാണ് വ്യാപാരികളുടെ പക്ഷം. അന്താരാഷ്ട്ര വിപണിയിൽ ഏറ്റവും ഉയർന്ന വില ഇന്ത്യൻ കുരുമുളകിനേതാണ്. ടണ്ണിന് $8,700 വില. അതേസമയം ശ്രീലങ്കൻ മുളകിന് $7,300, വിയറ്റ്നാം മുളകിന് $7,200, ഇന്തോനേഷ്യൻ മുളകിന് $7,800 വില. ശ്രീലങ്കയിൽ ജൂണിൽ വിളവെടുപ്പ് കാലം തുടങ്ങും. വില താഴ്ന്നത് കർഷകരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ പുഴുങ്ങലരിക്ക് 20% കയറ്റുമതി തീരുവ ചുമത്തി. ആഭ്യന്തര ഭക്ഷ്യസുരക്ഷ മുന്നിൽ കണ്ടാണ് ഈ നീക്കം. പുഴുങ്ങലരി വിഭാഗത്തിന് ധനകാര്യ മന്ത്രാലയം ചുമത്തിയ 20% കയറ്റുമതി തീരുവ മെയ് 1 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. അരി കയറ്റുമതി നിയന്ത്രിക്കുന്നതിനും ആഭ്യന്തര ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് തീരുമാനം ലക്ഷ്യമിടുന്നതെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. മന്ത്രാലയം പുറപ്പെടുവിച്ച സർക്കുലർ അനുസരിച്ച് ഭൗമസൂചിക പദവി അടക്കമുള്ള ഇനങ്ങൾ ഉൾപ്പെടെയുള്ള പുഴുങ്ങിയ അരിക്കും പ്രത്യേക കസ്റ്റംസ് വർഗീകരണത്തിന് കീഴിലുള്ള മറ്റരിക്കും കയറ്റുമതി തീരുവ ബാധകമാണ്. സർക്കാർ നേരത്തെയുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജ് വിദ്യാർത്ഥികളുടെ ഗ്രാമോദയ എന്ന ഗ്രാമീണ സഹവാസ പരിപാടിക്ക് തുടക്കമായി. കർഷകർക്കൊപ്പം താമസിച്ച് കൃഷിയുടെ നാട്ടറിവ് നേടുകയാണ് ലക്ഷ്യം. വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ അവബോധ പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഗ്രാമീണ സഹവാസ പരിപാടി ഗ്രാമോദയ നടത്തുന്നത്. മെയ് 7 വരെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലാണ് സഹവാസ പരിപാടി. വെള്ളായണി കാർഷിക കോളേജ്, കാർഷിക വിജ്ഞാന വ്യാപന വിദ്യാഭ്യാസ വിഭാഗം, കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി. കൃഷിരീതികളെക്കുറിച്ച് അറിവ് നേടുക, കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കർഷകരുടെ നാട്ടറിവുകൾ, ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ സംയോജനം, കർഷകരുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്കാളിത്തത്തോടെ സമഗ്രമായ കാർഷിക പദ്ധതി തയ്യാറാക്കുക, വരും വർഷങ്ങളിലെ കാർഷിക പദ്ധതികളുടെ നടത്തിപ്പിന് പ്രയോജനപ്പെടുത്തുന്ന മികച്ച വികസന മാതൃക സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കരിമ്പിന്റെ താങ്ങുവില 4% വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. പഞ്ചസാര മില്ലുകൾ കർഷകരിൽ നിന്നും വാങ്ങുന്ന കരിമ്പ് വിലയിലാണ് വർധനവ്.
കരിമ്പിന്റെ വില 4% വർദ്ധിപ്പിച്ച് ക്വിന്റലിന് 355 രൂപയായി ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്രം. ഒക്ടോബർ മുതൽ ആരംഭിക്കുന്ന സീസണിൽ പഞ്ചസാര മില്ലുകൾ കർഷകന് നൽകുന്ന വിലയിൽ 4.41% വർധനയാണ് ഇതോടെ നിലവിൽ വന്നിരിക്കുന്നത്. മുൻപ് 340 രൂപയായിരുന്നു കരിമ്പ് ക്വിന്റലിന് വില. കരിമ്പിന്റെ ന്യായമായതും ആദായകരവുമായ വില വർധന 5 കോടി കരിമ്പ് കർഷകർക്കും പഞ്ചസാര മില്ലുകൾക്കും അനുബന്ധ പ്രവർത്തനങ്ങളിലും ജോലി ചെയ്യുന്ന 5 ലക്ഷം തൊഴിലാളികൾക്കും ഗുണം ചെയ്യുമെന്നാണ് സർക്കാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.